ഹലോ എവരിവൺ. ഇന്നിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു എന്തൂസിയാസ്റ്റിനെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു BMW 340i ആണ് അവരുടെ ഫേവറേറ്റ് കാർ എന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. കാരണം അതൊരു അജൈലായിട്ടുള്ള ഒരു 3 ലിറ്റർ 6 സിലിണ്ടർ ഓൾ വീൽ ഡ്രൈവ് സെഡാനാണ്. മിക്കവാറും സ്പോർട്സ് കാറുകളിലും ഫാസ്റ്ററാണ് റിയൽ വേൾഡിൽ. പക്ഷേ 2017 മെഴ്സിഡീസ് ബെൻസ് ഈ സെയിം ഫോർമുല നമുക്ക് തന്നിട്ടുണ്ട് C43 AMGയുടെ രൂപത്തിൽ. ഇന്നിപ്പോൾ ആ ഒരു വണ്ടിയാണ് ഞാൻ ഓടിക്കുന്നത്. ആൻഡ് താങ്ക്സ് ടു ഡിപ്രീസിയേഷൻ ഇന്നിപ്പോൾ നമുക്കൊരു അതിൻ്റെ ഒരു 50% 60% കോസ്റ്റിൽ നമുക്ക് ഇന്നിപ്പോൾ ഈ വണ്ടി എൻജോയ് ചെയ്യാൻ പറ്റും. ഈ വണ്ടി ഞാൻ റോയൽ ഡ്രൈവിൽ നിന്ന് കടമെടുത്താണ്. ഇതിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു യൂസറുടെ വണ്ടി എടുത്തിട്ട് വീഡിയോ ചെയ്യുന്ന പോലെ തന്നെയുള്ളൂ. ഇതൊരു സെയിൽസ് പ്രൊമോഷനായിട്ടൊന്നും കാണണ്ട. പക്ഷേ C43 എന്താണെന്നും അതിൻ്റെ വാട്ട് ഇറ്റ് റെപ്രസെൻറ്റ്സ് ആസ് എ പെർഫോമൻസ് ബാർഗെയിൻ എന്നുള്ളതും പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു യൂസ് കാർ ബയേഴ്സ് അഡ്വൈസ് ആയിട്ടും കൂടി വേണേൽ കാണാവുന്ന ഒരു വീഡിയോ ആണത്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഈ വണ്ടി ഇതിൻ്റെ നമ്പറിന് വേണ്ടി മാത്രം മേടിക്കും, KL 07CP0707. ആൻഡ് ഈ വണ്ടി എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്സ് നമ്പേഴ്സ്. 367 BSP, 520 Nm ടോർക്ക്. 0 to 100 അന്ന് ബ്രാൻഡ് ന്യൂ ആയിരുന്ന സമയത്ത് ദിസ് വാസ് അറൌണ്ട് 4.8 സെക്കൻഡ്സ് 4.9 സെക്കൻഡ്സ് ഒക്കെ ആയിരുന്നു. സോ അണ്ടർ 5 സെക്കൻഡ്സ് ആയിരുന്നു. ആൻഡ് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ മെഴ്സിഡീസിൻ്റെ ഒരു പെർഫെക്റ്റ് മിഡിൽ ഗ്രൗണ്ട് എന്ന് പറയാവുന്ന ഒരു വണ്ടിയായിരുന്നു അന്നത്തെ കാലത്ത്. കാരണം ഒരു 50 ലക്ഷം രൂപയ്ക്ക് നമുക്ക് സാധാരണ C ക്ലാസ് ഉണ്ടായിരുന്നു, 1.5 കോടിക്ക് നമുക്ക് C63 AMG ഉണ്ടായിരുന്നു. ദിസ് വാസ് റൈറ്റ് ഇൻ ദ മിഡിൽ. ഇതൊരു 1 crore അടുത്ത് ഓൺ റോഡ് അന്ന് പ്രൈസ് വരുമായിരുന്നു. എഞ്ചിൻസും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. 2 ലിറ്റർ ഇൻലൈൻ 4, 3 ലിറ്റർ V6, 4 ലിറ്റർ V8 അങ്ങനെ 3 വേരിയൻസ് ആയിരുന്നു. ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ സാധാരണ C ക്ലാസ്സിലും C63ലും കിട്ടാത്തൊരു സാധനം ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നു, വിച്ച് വാസ് ദ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം. സാധാരണ C ക്ലാസും C63യും റിയർ വീൽ ഡ്രൈവ് ആയിരുന്നു. അപ്പോൾ ഇതിന് അവരുടെ ഫോർമാറ്റിക് സിസ്റ്റം കൊടുത്തു. ആൻഡ് ഇറ്റ് ഗോസ് ലൈക്ക് ദിസ്. thoroughly enjoyable to drive. It's very fast. നമുക്ക് ഈ ഓൾ വീൽ ഡ്രൈവ് ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരു സെൻസ് ഓഫ് ഒരു സേഫ്റ്റിയും കൂടിയും തോന്നുന്നുണ്ട്. ആസ് ഇൻ നമുക്കിതിന് നല്ല ഗ്രിപ്പ് ഉണ്ട്. നമ്മൾ കോർണർ ചെയ്യുമ്പോഴൊക്കെ ഇറ്റ്സ് വെരി പ്ലാന്റഡ് ആൻഡ് നമുക്ക് യു ക്യാൻ ഗെറ്റ് ഓൺ ദ പവർ ഏർലിയർ. അപ്പോൾ അതിൻ്റെയും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് സാധാരണ റിയർ വീൽ ഡ്രൈവിലാണെങ്കിൽ യു വിൽ ഹാവ് ടു വെയിറ്റ് ആ കോർണർ ഫിനിഷ് ചെയ്യണവർ, അതർവൈസ് ഇറ്റ് വിൽ ഗോ ഇൻ ടു എ സ്ലൈഡ്. ഇതിലങ്ങനെയൊന്നുമില്ല. നമ്മൾ പവർ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ കറക്റ്റ് ഇറ്റ് സെൽഫ്. ആൻഡ് ഇതൊരു സ്പെഷ്യൽ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റമാണ്. അവരുടെ ഫോർമാറ്റിക് സിസ്റ്റം തന്നെ അവർ കുറച്ചും കൂടി റോഡ് യൂസിന് വേണ്ടി അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ആൻഡ് ഇതിൻ്റെ ഒരു ടോക്ക് ബയാസും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം 31% ഫ്രണ്ട് വീലിലേക്ക് പോകുന്നുള്ളൂ, 69% ഗോസ് ടു ദ റിയർ. സോ ഇറ്റ് ഫീൽസ് റിയർ ബയാസ്ഡ്. നമുക്ക് ആ ഒരു റിയർ വീൽ ഡ്രൈവ് പോലെ തന്നെ ഒരു ഫീലിംഗ് ഇത് മിമിക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് വെരി ഗ്രിപ്പി. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കോർണർ എടുക്കുമ്പോൾ എന്ത് സ്പീഡിലായാലും ദിസ് ഗിവ്സ് യു ദാറ്റ് കോൺഫിഡൻസ്. ഇതിൻ്റെ സെഗ്മെൻറ്റിൽ അന്നുണ്ടായിരുന്ന വണ്ടികൾ നോക്കുകയാണെങ്കിൽ S60 Polestar ആയാലും അല്ലെങ്കിൽ Audi S5 ആയാലും Audi S4 അതിന് മുമ്പ് ഉണ്ടായിരുന്നു. സോ ഈ വണ്ടികളെല്ലാം തന്നെ ഈ ഒരു ഫോർമുലയാണ്. സോ ഒരു 3 ലിറ്റർ എഞ്ചിൻ, 6 സിലിണ്ടേഴ്സ് മോസ്റ്റ്ലി. വോൾവോ ഡേയ്സിൽ 4 സിലിണ്ടർ ഉണ്ടായിരുന്നു. ബട്ട് അതർ ദാൻ ദാറ്റ് ആ ഒരു ഓൾ വീൽ ഡ്രൈവും അങ്ങനത്തെ സാധനങ്ങളെല്ലാം സ്റ്റാൻഡേർഡ് ആയിരുന്നു. അറൌണ്ട് 300-400 BSPയുടെ ആ ഒരു റീജിയനിലായിരുന്നു മിക്കവാറും എല്ലാത്തിൻ്റെ പവർ ഔട്ട്പുട്ട്സും. സോ മെഴ്സിഡീസിൻ്റെ മോഡുലാർ എഞ്ചിൻസ് സ്ട്രോങ് ആയി വന്നൊരു കാലത്താണ് ഈ വണ്ടിയും ഡിസൈൻ ചെയ്തേക്കുന്നത്. സോ നമ്മൾ റെഗുലർ C ക്ലാസ് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഹാഡ് 2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ. അപ്പോൾ അതായത് ഓരോ സിലിണ്ടറും 500 cc. അങ്ങനത്തെ 6 സിലിണ്ടർ ആകുമ്പോൾ യു ഗെറ്റ് 3 ലിറ്റേഴ്സ്, അതാണ് ഈ V6. അതുപോലെ 8 സിലിണ്ടേഴ്സ് ആണെങ്കിൽ യു ഗെറ്റ് 4 ലിറ്റേഴ്സ്, അതാണ് നമ്മുടെ C63 V8. ദേ ഓൾ ഹാഡ് സിമിലർ ആർക്കിടെക്ചർ. ഓരോന്നിൻ്റെയും കൺസ്ട്രക്ഷൻ ചെറിയ ഡിഫറൻസ് ഉണ്ട്, പക്ഷേ അതിൽ യൂസ് ചെയ്യുന്ന കമ്പോണൻസും കാര്യങ്ങളൊക്കെ സെയിം ആയിരുന്നു. സോ ഇറ്റ് അലൗഡ് ദം ടു സേവ് കോസ്റ്റ്. ആൻഡ് ഈ 3 ലിറ്റർ V6 എന്ന് പറയുന്ന അവരുടെ ഒരു C400 അല്ലെങ്കിൽ E400 എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് കൊടുത്തിരുന്ന എഞ്ചിൻ്റെ ഒരു AMG ട്യൂൺഡ് വേർഷൻ ആയിരുന്നു. സോ ഇറ്റ് ഹാഡ് ഡിഫറെൻറ്റ് ടർബോസ്, ട്വിൻ ടർബോ ആണ്. ആൻഡ് AMG സ്പെസിഫിക് ആയിട്ടുള്ള ട്യൂണിംഗ് ഉണ്ടായിരുന്നു. കുറച്ച് ട്രിക്ക് സസ്പെൻഷൻ മോഡ്സ് ഉണ്ട്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രേക്സ് ഉണ്ട്, എക്സോസ്റ്റ് ഉണ്ട്, അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ്. എക്സ്റ്റീരിയറിൽ ഇത് ഡിഫറൻസ് ഈസ് കുറച്ചും കൂടി ഒരു അഗ്രസീവ് ബമ്പർ കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ കുറച്ചും കൂടി ലാർജർ എയർ ഡ്രാം കിട്ടുന്നുണ്ട്. ആ ഫ്രണ്ടിൽ ആ ഒരു സിൽവർ കളറുള്ള ഒരു ബ്ലേഡ് പോലത്തെ ഒരു ചിൻ സ്പ്ലിറ്റർ കിട്ടുന്നുണ്ട്. സൈഡിലേക്ക് പോകുകയാണെങ്കിൽ സൈഡ് സ്കേർട്സ് ഉണ്ട്, 18-inch വീൽ ഉണ്ട്, 5 spoke AMG സ്റ്റൈൽ വീൽസ് ഉണ്ട്. ബാക്കിൽ നമുക്ക് ബമ്പറുമൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. സോ ഒരു കാഷ്വലായിട്ട് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ലുക്സ് ലൈക്ക് എ റെഗുലർ C ക്ലാസ്. അയാൾക്ക് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷേ ഇഫ് യു ആർ എൻ എന്തൂസിയാസ്റ്റ് യു നോ ഇറ്റ് സ്പെഷ്യൽ. അവർ പിന്നീട് ഈ ബോഡി കിറ്റ് C300 ഡീസലിലും കൊടുത്തിരുന്നു. പക്ഷേ ആദ്യം ഇനീഷ്യലി ദിസ് വാസ് എക്സ്ക്ലൂസീവ് ടു ദ C43. ആൻഡ് C43 ഒറിജിനലി ഈ 4 door സെഡാൻ ഫോമാറ്റിൽ വന്നിരുന്നു. പിന്നീട് അത് ഫേസ് ലിഫ്റ്റ് വന്നതിന് ശേഷം 2 door കൂപ്പിയായി മാറി. അന്നേരം സെഡാൻ സ്റ്റൈൽ ഡ്രോപ്പ് ചെയ്തിരുന്നു. സോ നമ്മൾ എഞ്ചിനെ പറ്റി പറഞ്ഞല്ലോ, വാട്ട് ആൻ എഞ്ചിൻ. സോ ദിസ് ഈസ് M276 എന്ന് പറയുന്ന എഞ്ചിനാണ്. 60° V6 ആണ്. ഈ 60° ആയതോടുകൂടി തന്നെ അവർക്ക് അതിൻ്റെ ബാലൻസർ ഷാഫ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ അതുവഴി അനാവശ്യമായ കോംപ്ലിക്കേഷൻ, കുറച്ചും കൂടി വെയിറ്റ് കുറയ്ക്കലോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പോസിബിളായി. ആൻഡ് 367 horse power ആൻഡ് 520 Nm ടോർക്ക്. ഇറ്റ്സ് വെരി ഫാസ്റ്റ്. ആൻഡ് ആ ഒരു എക്സോസ്റ്റ് ഇറ്റ് സൗണ്ട്സ് റിയലി നൈസ്. നമുക്കൊരു
ചെറിയൊരു റംബിൾ ഉണ്ട്, ആസ് ഇൻ ഒരു V6-ൻ്റെതായ റംബിൾ ഉണ്ട്. അതുകൂടാണ്ട് ഓവർ റണ്ണിലൊക്കെ ചെറുതായിട്ടൊന്ന് ക്രാക്കിൾ ചെയ്യും. നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു പോപ്സും ക്രാക്കിൾസൊക്കെ കിട്ടുന്നുണ്ട്. ആൻഡ് ഒരു തറോലി എൻജോയബിൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. കാരണം ഇന്നത്തെ C43 യു ഗെറ്റ് എ 4 സിലിണ്ടർ വിത്ത് ഹൈബ്രിഡ് ടെക്നോളജി. ദിസ് ഹാഡ് മോർ ക്യാരക്ടർ. ഞാൻ ആ പുതിയ വണ്ടി ഓടിച്ചിട്ടില്ല, W206. പക്ഷേ ഫ്രം വെയർ ഐ എം സിറ്റിംഗ് ഐ തിങ്ക് ദിസ് വിൽ ബി എ ബെറ്റർ എഞ്ചിൻ. നമ്മൾ ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെങ്കിലും കുറച്ചും കൂടി നമ്മൾ ചെറിഷ് ചെയ്യുന്ന ഒരു കുറച്ചും കൂടി ഒരു മെമ്മറി തോന്നുന്നത്. ദിസ് ഇസ് നോട്ട് എ പ്യുവർ AMG എഞ്ചിൻ, പക്ഷേ ദിസ് ഈസ് AMG ഇനഫ് ഇന്നത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ. സോ ആ ഒരു എഞ്ചിൻ്റേതായ ഒരു ക്യാരക്ടർ, ഹൗ ഇറ്റ് ഫീൽ സ്പെഷ്യൽ എന്നുള്ളത് നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ മനസ്സിലാവും. ദിസ് ഇസ് എ പ്രോപ്പർ V6. ആൻഡ് ആ V6-ൻ്റെ ആ ഒരു ബെല്ലോ, ലൈക്ക് വെൻ ഇറ്റ് ആക്സലറേറ്റ്സ്, ആ ഇൻഡക്ഷൻ റോഡർ ഉണ്ട്, ഗിയർ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള എക്സോസ്റ്റ് പോപ്പ് ഉണ്ട്. ആൻഡ് ദിസ് ഇസ് സംതിങ് യു വിൽ എൻജോയ്. ഡൗൺ ഷിഫ്റ്റ്സ് ഒക്കെ അത്യാവശ്യം അഗ്രസീവാണ്. ഈ 205 എന്ന് പറയുന്ന ജനറേഷനിൽ കുറച്ചധികം ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആസ് ഇൻ 204 കഴിഞ്ഞിട്ട് 205ലേക്ക് മെർസിഡീസ് പോയപ്പോൾ ഉള്ള കുറച്ചധികം ഇഷ്യൂസ് ഉണ്ട്. അതിപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടീനെ സ്പെസിഫിക് ആയിട്ട് പറയേണ്ട കാര്യമില്ല. കാരണം ഇതൊരു ഇത്തിരി കൂടി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്. നമുക്ക് റെഗുലർ 205 ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇതിപ്പോൾ ഒരു C43യുടെ വീഡിയോ ആയതുകൊണ്ട് നമ്മളധികം പറയുന്നില്ല. ഇതിൽ മെയിനായിട്ട് വരാൻ പോകുന്ന എക്സ്പെൻസീവിൻ്റെ ടയേഴ്സാണ്. ആൻഡ് ബ്രേക്സും എക്സ്പെൻസീവ് ആണ്. ടയേഴ്സ് അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. ബിക്കോസ് ഓഫ് ദാറ്റ് നെഗറ്റീവ് ക്യാമ്പർ ഫ്രണ്ട് ടയേഴ്സിന് അത്യാവശ്യം വേറെ ഉണ്ട്. ആൻഡ് ഓൾ വീൽ ഡ്രൈവ് ആയിട്ടും കൂടി ബിക്കോസ് ഇറ്റ് പുട്ട്സ് ഔട്ട് സോ മച്ച് പവർ, നമുക്ക് അത്യാവശ്യം ടയർ വെയർ ഉണ്ടാവും. സോ ദാറ്റ്സ് ടു ബി എക്സ്പെക്റ്റഡ്. ആൻഡ് ബ്രേക്സ് ആർ ഓൾസോ എക്സ്പെൻസീവ്. കാരണം ബ്രേക്സ് അത്യാവശ്യം AMG സ്പെക് ബ്രേക്സ് ഒക്കെ ആയതുകൊണ്ടും സ്റ്റോപ്സ് ലൈക്ക് പ്രോപ്പർ AMGs. ആക്ച്വലി ഇതിൻ്റെ ആക്സലറേഷൻ അത്രയും തന്നെ ഇംപ്രസീവാണ്. ഇതിൻ്റെ ബ്രേക്കിങ്ങും 340mm ആണെന്ന് തോന്നുന്നു. എൻ്റെ ഫ്രണ്ട് എനിക്ക് ഓർക്കണില്ല. ബട്ട് 4-port കാലിപ്പേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. ബ്രേക്സ് മാറുമ്പോൾ കുറച്ച് കോസ്റ്റ്ലിയാണ്. ബട്ട് ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ പെർഫോമൻസ്. കാരണം നമ്മൾ ഇത്രയും ഒരു പെർഫോമൻസ് കാറിന് ഇറ്റ് ഓൾസോ നീഡ്സ് ബിഗ് ബ്രേക്സ്. ആൻഡ് അത് ബ്രേക്സ് അത്യാവശ്യം കൺസംഷൻ ഉണ്ട് താനും. C43യുടെ ഹാൻഡ്ലിംഗ് വരുന്നതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് വീൽസിന് നല്ല നെഗറ്റീവ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. ദേ ആർ അബൌട്ട് 1 to 1.5 degrees മോർ നെഗറ്റീവ് ക്യാമ്പേർഡ് ദാൻ ദ സ്റ്റാൻഡേർഡ് വേർഷൻ. ഫാക്ടറിയിൽ നിന്ന് തന്നെ ഡയൽഡ് ആണ്. സോ വെൻ യു ആർ ഡ്രൈവിംഗ് ഫാസ്റ്റ് നമ്മൾ ടയറിൻ്റെ വെയർ കുറച്ച് കുറവായിരിക്കും. പക്ഷേ വെൻ യു ആർ ഡ്രൈവിംഗ് സ്ലോ ടയർ വെയർ ഉണ്ട്. ഇറ്റ്സ് ഹൗ നെഗറ്റീവ് ക്യാമ്പർ വർക്ക്സ്. പക്ഷേ അത് കാരണം ദ വെയിറ്റ് ഗ്രിപ്സ് ആ ഫ്രണ്ടിലോട്ട് വളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ ഇറ്റ് ഈറ്റ്സ് ഇൻ ടു ദ ഫ്രണ്ട് ഔട്ടർ ടയർ, ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ഫീലിംഗ്. വേറെ ഇൻറ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു സ്പോർട്ടി ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ കാർബൺ ഫൈബർ പോലത്തെ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഗേജസിനൊക്കെ ഒരു ചെക്കേർഡ് ഫ്ലാഗ് പോലത്തെ ഒരു പാറ്റേൺ ഉണ്ട്. യു ഗെറ്റ് റെഡ് സീറ്റ് ബെൽറ്റ്സ്. ഇന്നിപ്പോൾ ഞാൻ റെഡ് ഷർട്ടും കൂടി ഇട്ടേക്കണോണ്ട് ക്യാമറയ്ക്ക് മനസ്സിലാവുമോ എന്നറിയില്ല സീറ്റ് ബെൽറ്റ് ഇട്ടേക്കണത്. പക്ഷേ ദീസ് ലുക്ക് കൂൾ. വേറെ ഇറ്റ്സ് മോർ ഒരു റെഡ് സ്റ്റിച്ചിങ്ങും അങ്ങനത്തെ ചെറിയ സാധനങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. യു ഗെറ്റ് കാൾ ബെൻസിൻ്റെ സിഗ്നേച്ചർ നമുക്ക് ഫ്രണ്ടിൽ, അത് എല്ലാ 205ലും ഉണ്ട്. നമുക്ക് ഫ്രണ്ട് വിൻഷീൽഡും കാൾ ബെൻസിൻ്റെ സിഗ്നേച്ചർ കാണാൻ പറ്റും. റിമൈൻഡിങ് അസ് മെർസിഡീസ് ബെൻസ് വാസ് ആ ഒരു പൈനിയർ ആണെന്നുള്ളൊരു കാര്യത്തിൽ. വേറെ സീറ്റ്സ് ആർ വെരി കംഫർട്ടബിൾ. സൈഡിലൊക്കെ നല്ല ബോൾസ്റ്ററിംഗ് ഉണ്ട്. ഹെഡ് റെസ്റ്റ് അടക്കം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ ഈ വണ്ടിയിൽ സ്റ്റിയറിങ്ങും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ബാക്ക് സീറ്റ് കുഴപ്പമില്ല. അത്യാവശ്യം ഒരു ഫാമിലി കാർ എന്നുള്ള രീതിയിൽ യൂസബിൾ ആണ്. ഇറ്റ്സ് നോട്ട് സ്പേഷ്യസ്. നമ്മളൊരു C ക്ലാസ്സിലുള്ള എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ലെവൽ ഓഫ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ ഇറ്റ്സ് യൂസബിൾ. ഒരു ഫാമിലി കാർ എന്നുള്ള രീതിയിൽ അത്യാവശ്യം നല്ലതാണ്. സസ്പെൻഷൻ നമുക്ക് എയർ സസ്പെൻഷൻ ഒന്നുമല്ല, പക്ഷേ നമുക്ക് ഡാമ്പിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിൽ നമുക്ക് 5 ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ട്. ഇക്കോ ഉണ്ട്, കംഫർട്ട് ഉണ്ട്. രണ്ടിലും സസ്പെൻഷൻ അത്യാവശ്യം സോഫ്റ്റ് ആണ്. അത് കഴിഞ്ഞ് സ്പോർട്ടിലിട്ട് കഴിഞ്ഞാൽ പൊടിക്കും കൂടി സ്റ്റിഫ് ആവും. എഞ്ചിൻ മാപ്പിംഗ് കുറച്ചും കൂടി അഗ്രസീവ് ആവും. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് റെസ്പോൺസ് കുറച്ചും കൂടി ക്വിക്കർ ആവുന്നുണ്ട്. പിന്നെ സ്പോർട്ട് പ്ലസ് ഉണ്ട്. അതുകൂടാണ്ട് നമുക്ക് ഇൻഡിവിജ്വലി കോൺഫിഗർ ചെയ്യാവുന്ന യൂഷ്വൽ മെർസിഡീസിലുള്ള പോലത്തെ ഒരു സംഭവം ഉണ്ട്. അതൊക്കെ നമുക്ക് ഈ സ്ക്രീനിങ് ചെയ്യാൻ പറ്റും. ഈ കമാൻഡിൻ്റെ സ്ക്രീനൊക്കെ ഇന്നത്തെ കാലത്ത് കാണുമ്പോൾ ഭയങ്കര ചെറുതായിട്ട് തോന്നുന്നു. ഇൻ ടേംസ് ഓഫ് സൈസ് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര ചെറുതാണ്. ആൻഡ് ഓവറോൾ ഡാഷ്ബോർഡും ക്വാളിറ്റിയൊക്കെ വലിയ കുഴപ്പമില്ല. ഇതൊരു നല്ല 9 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. നമുക്ക് ഗിയേഴ്സ് മാറാനൊക്കെ അത്യാവശ്യം ക്വിക്കാണ്. സ്റ്റിയറിംഗ് റേഷ്യോ നല്ല ഫാസ്റ്റാണ്. നമുക്ക് പെട്ടെന്നുള്ള ഡയറക്ഷണൽ ചേഞ്ചസ് ഒക്കെ പോസിബിൾ ആണ്. സ്റ്റിയറിംഗിന് വലിയ ഫീലൊന്നുമില്ല, പക്ഷേ ഇറ്റ്സ് ആഡിക്വേറ്റ്, ഡസ് ദ ജോബ്. ആൻഡ് അത്യാവശ്യം ഫൺ ടു ഡ്രൈവ് ആണ്. നമുക്ക് ഈ റിയർ വീൽ ഡ്രൈവ് ആയിട്ടുള്ള ഒരു പോലത്തെ ഒരു ബിഹേവിയർ ഉള്ളതുകൊണ്ട് യു ഫീൽ ലൈക്ക് ഒരു അത്യാവശ്യം സ്പോർട്ടി ആയിട്ടൊക്കെ തോന്നും നമ്മൾ ഫാസ്റ്റായിട്ടൊക്കെ ഓടിക്കുന്ന സമയത്ത്. ഈ ഒരു 205ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 206 ജനറേഷൻ ഇറങ്ങിയപ്പോഴും അത്ര വലിയ റാഡിക്കൽ ചേഞ്ചസ് ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോഴും വലിയ ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നുന്നില്ല. കാണുമ്പോൾ അത്ര ഒരു പഴയ ഡിസൈൻ പോലെയൊന്നും തോന്നുന്നില്ല. മെർസിഡീസിൻ്റെ ഒരു എവല്യൂഷണറി ചേഞ്ചസേ നമ്മളിപ്പോൾ 206ലേക്കും കണ്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദിസ് ലുക്സ് കറണ്ട് വലിയ കുഴപ്പമായിട്ട് അത്ര ഒരു ഔട്ട്ഡേറ്റഡ് ഡിസൈൻ പോലെയൊന്നും തോന്നുന്നില്ല. ഈ ഒരു ജനറേഷനിൽ ക്വാളിറ്റി അത്ര സംഭവമൊന്നും ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സെൻട്രൽ കൺസോളിനൊക്കെ ചെറിയ ക്രീക്കിങ്ങും പ്ലാസ്റ്റിക്സിൻ്റെ ഒരു ക്വാളിറ്റി കുറവൊക്കെ നമുക്ക് തോന്നും. പക്ഷേ യു ക്യാൻ സ്റ്റിൽ ലിവ് വിത്ത് ദാറ്റ്. അതൊന്നും വലിയൊരു ഡീൽ ബ്രേക്കറായിട്ട് തോന്നുന്ന പോലത്തെ ഒരു കാര്യങ്ങളൊന്നുമല്ല. സോ ഈ വണ്ടി ആർക്കാണ് ഐഡിയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു യങ് ആയിട്ടുള്ള ഒരു എൻ്റർപ്രണർ ആയിട്ടുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു IT പ്രൊഫഷണൽക്ക്, അല്ലെങ്കിൽ ഒരു ഡോക്ടർക്ക്, യു വാണ്ട് ടു ബ്ലെൻഡ് ഇൻ. നമുക്കൊരു സാധാരണ C ക്ലാസിൻ്റെ പോലെ ആൾക്കാർക്ക് തോന്നാൻ പാടുള്ളൂ. യെറ്റ് യു വാണ്ട് ടു സ്റ്റാൻഡ് ഔട്ട്. ഈ കളറും ഈ പറഞ്ഞ പോലെ C43 സ്പെഷ്യൽ ആണെന്നുള്ളത് വെച്ചിട്ട്
നിങ്ങൾക്ക് ഒരു സ്പോർട്സ് കാർ വേണം, എന്നാൽ ഒരു ഫാമിലി കാറും വേണം. അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. നമുക്ക് ആ C43 എന്ന് പറയുന്നത് ഓഫർ ചെയ്യുന്ന ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു ചോയ്സ് ആണ്. ആസ് ഇൻ ദിസ് ഹാസ് എവറിത്തിങ് യു നീഡ്. പക്ഷേ യു ആർ സ്പെൻഡിങ് യുവർ മണി റെസ്പോൺസിബിളി. യൂസ്ഡ് ആയിട്ട് മേടിക്കുമ്പോൾ ഒരു ബ്രാൻഡ് ന്യൂ കാർ മേടിക്കുന്നതിന് വെച്ച് നോക്കുമ്പോൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു സേവിങ് ഉണ്ട്. നന്നായി യൂസബിൾ ആയിട്ടുള്ള പോലത്തെ ഒരു AMG ആണ്. ഇറ്റ്സ് നോട്ട് ടു ഓവർ പവേർഡ്. നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഡെയിലി കൊണ്ടുനടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നാൻ പാടില്ല. ദിസ് ഇസ് ലൈക്ക് ഒരു റെഗുലർ കാർ പോലെയൊക്കെ തന്നെയാണ്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, ഇപ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സെറ്റിംഗിൽ ഇട്ട് കഴിഞ്ഞാൽ റൈഡ് അത്യാവശ്യം ടോളറബിൾ ആണ്. ഇറ്റ് ഫീൽ സ്റ്റിഫ്, പക്ഷേ എന്നാലും ഒരു സ്പോർട്ടി എഡ്ജിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു കോംപ്രമൈസ് എന്നുള്ള രീതിയിലേ നമുക്ക് തോന്നുള്ളൂ. ഇതുപോലെയുള്ള മാർക്കറ്റിലുള്ള ഇൻട്രസ്റ്റിംഗ് കാറുകളെ പറ്റിയിട്ട് നമ്മൾ ഇനിയും വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡു ലെറ്റ് us know. അതുപോലെ ഈ വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ അറിയിക്കുക. നമുക്ക് വേറൊരു വണ്ടിയായിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.